ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും, അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു ഐസ്ക്രീമിന്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം ചേർക്കാതെ നമ്മളിത് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരാൻ തുടങ്ങിയാൽ ഒരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കാരമലൈസ് ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിന് ഒരു കയ്പ്പ് രസം വരും, അതായത് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് മുഴുവനായിട്ട് മാറും. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കട്ടകളില്ലാത്ത രീതിയിൽ പാലുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് നമുക്ക് 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. അത് മുഴുവനായിട്ട് ഈ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരിട്ടിട്ട് കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കിട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടകളെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് കാരമലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ആ കാരമൽ ആകെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട, ഈ പാല് ചൂടായി കഴിഞ്ഞാൽ അത് തനിയെ അങ്ങ് മെൽറ്റായിട്ട് പൊക്കോളും. കാരമലെല്ലാം പാലിൽ മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഫ്ലെയിം മീഡിയത്തിലാണ് ഇരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് വളരെ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ എന്ത് ഐസ്ക്രീമാണ് ചെയ്തെടുക്കുന്നതെന്ന്? നമ്മൾ സോൾട്ടഡ് കാരമലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും നിങ്ങളൊരു പിഞ്ചെങ്കിലും ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത ക്രീമിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കാരമലൈസ് ചെയ്തെടുക്കുന്ന ഷുഗർ മാത്രം ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒട്ടും തന്നെ മധുരം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാരമൽ ചെയ്തെടുത്ത ആ പഞ്ചസാര കൂടാതെ നിങ്ങളൊരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതെപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പാലിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നിങ്ങൾ ഇത് ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് വെച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹൈ സ്പീഡിൽ ഒരു 7 മിനിറ്റ് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. കാരണം ഇതിങ്ങനെ സ്റ്റിഫ് പീക്സ് ആയി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് മതിയാകും മിക്സിയുടെ ജാറിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ബീറ്റ് ചെയ്യുന്നത് നിർത്തുകയാണ്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ മുന്നേ വാങ്ങിയിരുന്ന ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും, 8 മുതൽ 12 മണിക്കൂർ വരെയെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നോക്കിയേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അത്രയും രുചിയുള്ള റെസിപ്പീസ് മാത്രമേ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാറുള്ളൂ, കാരണം അത്രയും കിട്ടില്ല രുചിയാണ് ഈ ഒരു ഐസ്ക്രീമിന്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്